സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ഒ.ജെ. ജനീഷ് തുടരും. ഈ കാലാവധി അവസാനിക്കുന്ന ഡിസംബർ വരെ തുടരാനാണ് എ.ഐ.സി.സിയുടെ നിർദ്ദേശം. കെ.പി.സി.സി അധ്യക്ഷനൊപ്പം പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെയും തെരഞ്ഞെടുക്കുമെന്നായിരുന്നു നേരത്തെ എ.ഐ.സി.സി അറിയിച്ചിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഒ.ജെ. ജനീഷ് തന്നെ തുടരട്ടെ എന്ന തീരുമാനമാണ് എ.ഐ.സി.സി കൈക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ഡി ബിനോയ്, ഒ.ജെ. ജനീഷ് ഇത്തരത്തിൽ കായിക മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ മുതൽ നിലനിൽക്കുന്ന ഒരു സംശയമായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി ആര് എന്നുള്ളത്. സ്വാഭാവികമായും മറ്റൊരു പേരുണ്ടായിരുന്നത് അബിൻ വർക്കിയാണ്. പക്ഷെ അദ്ദേഹം MLA സ്ഥാനത്തിൽ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി ആരായിരിക്കും എത്തുക, അതിന്റെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട കെ.പി.സി.സിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട്, എ.ഐ.സി.സിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടെല്ലാം തന്നെ വലിയ ചർച്ചയായതാണ്. എന്തായാലും അതിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കെ.പി.സി.സി അധ്യക്ഷനും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും രണ്ടുപേരും മന്ത്രിപദത്തിലേക്ക് എത്തിയതോടുകൂടിയാണ് ഈ രണ്ട് പദവികളിലേക്കും പുതിയ ആളുകളെ കണ്ടെത്താൻ എ.ഐ.സി.സി തീരുമാനിച്ചത്. കെ.പി.സി.സി അധ്യക്ഷൻ ആരാകുമെന്നുള്ള കാര്യത്തിലെ തർക്കം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പല നേതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒറ്റ പേരിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. തൽക്കാലം എ.ഐ.സി.സി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രി ഒ.ജെ. ജനീഷിനെ ഡൽഹിക്ക് വിളിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടത്തി. അതിനുശേഷം എ.ഐ.സി.സി ഒ.ജെ. ജനീഷിനോട് നൽകിയ നിർദ്ദേശം വരുന്ന ഡിസംബർ വരെ തുടരാൻ ആയിരുന്നു. കാരണം ഈ വർഷം ഡിസംബർ വരെ ഈ ഒ.ജെ. ജനീഷിന് അധ്യക്ഷ പദവിയിൽ തുടരാൻ കഴിയും. തൽക്കാലം അതുവരെ അധ്യക്ഷനായി തുടരുക എന്ന ഒരു നിർദ്ദേശമാണ് എ.ഐ.സി.സി നൽകിയിട്ടുള്ളത്. അതേസമയം അവരുടെ പരിഗണനയിൽ വന്ന പേരുകൾ ബിനു ചുള്ളിയിൽ, ഒപ്പം തന്നെ അരിത ബാബു, ഇങ്ങനെ തുടങ്ങി ചില നേതാക്കന്മാരുടെ പേരുകളൊക്കെ വന്നിരുന്നെങ്കിൽ തന്നെയും തൽക്കാലം യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷൻ വേണ്ട എന്ന നിലപാടിലേക്ക് എ.ഐ.സി.സി നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രി ഒ.ജെ. ജനീഷ് തൽക്കാലം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ തുടരുകയും ചെയ്യും. അതേസമയം അബിൻ വർഗി ഉൾപ്പെടെ ഉള്ള ആളുകൾ നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ എത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹത്തിനോടും MLA ആയ സാഹചര്യത്തിൽ അബിൻ വർഗിയും തൽക്കാലം ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. എന്തായാലും പുതിയ ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കെ.പി.സി.സി അധ്യക്ഷ പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വലിയ തരത്തിൽ ശക്തി പ്രാപിച്ചു വരികയാണ്. പ്രത്യേകിച്ചും ഗ്രൂപ്പിനപ്പുറത്തേക്ക് ചില സാമുദായിക സമവാക്യങ്ങളും ചില വ്യക്തി താല്പര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വലിയ തരത്തിൽ പിടിമുറുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷൻ ആരാകണമെന്ന കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു പക്ഷേ ഇനി പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം പുതിയ കെ.പി.സി.സി അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എ.ഐ.സി.സി തയ്യാറെടുക്കുന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി നിലവിൽ ഡൽഹിയിൽ തന്നെയുണ്ട്. പക്ഷേ പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരക്കിലാണ്. ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആയ മന്ത്രി കൂടിയായ ഒ.ജെ. ജനീഷിനെ ഡൽഹിക്ക് വിളിപ്പിക്കുകയും ചർച്ചകൾ നടത്തിയത്. കാരണം യൂത്ത് കോൺഗ്രസിൽ അധ്യക്ഷനെ മാത്രം മാറ്റിയാൽ പോരാ, മറ്റു ചില ഭാരവാഹികളെ കൂടി മാറ്റേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മാത്രമല്ല ചില ആളുകൾക്ക് പകരം ചില ആളുകളെ കൊണ്ടുവരണം. അപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു മാറ്റം, അതായത് ചില പദവികളിലേക്ക് മാത്രം ആളുകളെ മാറ്റുന്നത് അത് ശരിയാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എ.ഐ.സി.സി എത്തിച്ചേരുകയായിരുന്നു. അതാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് തൽക്കാലം ഒ.ജെ. ജനീഷ് തുടരട്ടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ എന്ന തീരുമാനത്തിൽ എ.ഐ.സി.സി എത്തിച്ചേർന്നത്. ശരി ബിനോയ്, എന്തായാലും കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചയും അതോടൊപ്പം തന്നെ തർക്കങ്ങളും തുടരുന്നതിനൊപ്പം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കൂടി കണ്ടുപിടിക്കേണ്ടതിൻ്റെ ഒരു അധിക ഭാരം എ.ഐ.സി.സിക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒ.ജെ. ജനീഷിനെ കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നതും ഡിസംബർ വരെ, അതായത് ഒ.ജെ. ജനീഷിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുള്ള കാലാവധി കഴിയുന്നതുവരെ ആ പദവിയിൽ തുടരാനുമുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഇനി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരണം എന്നത് ആലോചിച്ചാൽ മതി എന്നുള്ളതാണ് എ.ഐ.സി.സിയുടെ ഇപ്പോഴത്തെ നിലപാട്. തൃശൂർ വാണിയമ്പാറയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് 2 പേർക്ക് പരിക്ക്. കുർക്കഞ്ചേരി സ്വദേശികളായ പ്രവീൺ, ഉണ്ണിമായ എന്നിവർക്കാണ് പരിക്കേറ്റത്. 20 മിനിറ്റോളം കാറിൽ കുടുങ്ങിയ ഇവരെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന കൈക്കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ സിഗ്നലുകൾ ഇല്ലാത്തതാണ് അപകടത്തിനിടയാക്കിയത്.